അപ്പോൾ ഇതിൽ ചില മാതാപിതാക്കൾ ചോദിക്കും, എൻ്റെ കുട്ടി ആദ്യമായിട്ട് ബ്രാ ഇടാൻ പോവുക, ബ്രാ ഇട്ടിട്ടേ ഇല്ല, അപ്പം എങ്ങനെ സൈസ് കണ്ടെത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലോ ഫാമിലി, ഇന്ന് അത്ര പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാധാന്യമുള്ള വീഡിയോ തന്നെയാണ്. അതായത് എൻ്റെ കൂടെ ജനിക്കാത്ത ഒരു കൊരങ്ങത്തി അനിയത്തി ഉണ്ട് എനിക്ക്. അവളുടെ ഒരു മെസ്സേജിൽ നിന്നാണ് ഇപ്പോഴും ഇതൊക്കെ അറിയാത്തവരുണ്ടല്ലേ എന്നൊരു സംഭവം വന്നത്. വലിച്ചു നീട്ടുന്നില്ല, നമ്മളിടുന്ന ഇന്നർ വെയർ, അതായത് ബ്രാ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബ്രാ, സ്ത്രീകൾ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 13 വയസ്സ് മുതലുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന ബ്രായുടെ യഥാർത്ഥ സൈസ് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അളവ് കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ബ്രാ സൈസ് കറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഈ പുറം വേദന, നമുക്ക് ഈ ഷോൾഡറിൻ്റെ വേദനയൊക്കെ, അതായത് ഒരു പ്ലസ് സൈസുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്രാ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇടിച്ചിൽ വരും, അല്ലെങ്കിൽ ഭയങ്കര തൂങ്ങൽ, അതായത് പുറം വേദന വരും ഭയങ്കരമായിട്ട്. കറക്റ്റ് ഫിറ്റിൽ അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ. ബ്രാ വിരോധിയും കൂടിയാണ് ഞാൻ. അതായത് വൈകുന്നേരങ്ങളിൽ ബ്രായൊക്കെ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത് നല്ലതാണ്. ബ്രസ്റ്റ് ക്യാൻസറുകൾ ഒരുപാട് കൂടി വരുന്നതുകൊണ്ടാണ്. പക്ഷേ ഇടുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റായിട്ട് ഇടണം. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രാ, പാഡഡ് ബ്രാ ആവരുത്, സാധാരണ ബ്രാ, അത്യാവശ്യം കുഴപ്പമില്ല സാറാമ്മേ, അത്യാവശ്യം ഫിറ്റുള്ളൊരു ബ്രായാണ്, അതെടുക്കുക. മാക്സിമം ഇവിടുത്തെ ഈ വള്ളിയൊക്കെ കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം ഈ ഒരു അളവ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാൻ. അതായത് ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ ചെറിയൊരു സാഗിങ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് സപ്പോർട്ടിൽ, കറക്റ്റ് ആ പൊസിഷനിൽ വലിച്ച് നിർത്തി നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട് വേണം ഈ അളവെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നോർമൽ ബ്രാ ഇട്ടിട്ട് വേണം നിൽക്കാൻ. അതായത് പാഡഡ് ബ്രാ ഒന്നും ഉപയോഗിക്കരുത്. അല്ല, പാഡഡ് ബ്രാ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ എത്രയാണോ മെഷർമെൻറ്റ് കിട്ടുന്നത് അതിനൊരു സൈസ് കൂട്ടി മേടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. കപ്പ് സൈസ് മാത്രം ഒന്ന് കൂട്ടി മേടിച്ച് കഴിഞ്ഞാൽ പാഡഡ് ബ്രായും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ടേപ്പാണ്. കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഇപ്പുറത്ത് സെൻറ്റിമീറ്ററും ഇപ്പുറത്ത് ഇഞ്ചസാണ്. നമുക്ക് ഇഞ്ചസാണ് വേണ്ടത്. അതിനു മുമ്പായിട്ട് നമ്മളൊരു പേപ്പറിൽ ഇതിങ്ങനൊരു സാധനം എഴുതി വെക്കണം. കാണിച്ചു തരാം. ഇതുപോലെ ഒരു പേപ്പർ ആദ്യം റെഡിയാക്കി വെക്കണം. മുകളിൽ 1 2 3 4 5 6 വരെയും ABCD EEF അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ബാൻഡ് സൈസ് ആദ്യം എഴുതണം, ബസ്റ്റ് സൈസ്, പിന്നെ ബ്രാ സൈസ്. ഫൈനലി നമുക്ക് കിട്ടുന്നതാണ് ബസ്റ്റ് സൈസ്. ഞാൻ ആദ്യം അവിടെ വെട്ടിയിരിക്കുന്നത് ഈ ബ്രാൻഡ് സൈസ് എന്ന് എഴുതി വെച്ചു. ബാൻഡ് സൈസാണ് എഴുതേണ്ടത് കേട്ടോ. സ്പെല്ലിങ് അതൊക്കെ തന്നെയാണാവോ? ഓക്കെ. അപ്പോൾ ഇത് ആദ്യം എഴുതി വെച്ചിട്ട് അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് നമ്മളിങ്ങനെ ഒരു ടേപ്പ് എടുത്തല്ലോ, നമുക്ക് ആദ്യം വേണ്ടത് ബാൻഡ് സൈസാണ്. ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്രായുടെ താഴെയുള്ള ഈ സ്ട്രാപ്പിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടേപ്പ് എടുക്കുക, ഇഞ്ചസിലായിരിക്കണം. കണ്ടോ, ഇത്ര അകലമുള്ളതിനാണ് ഇഞ്ചസ്. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഇങ്ങനത്തെ ചിറകുള്ള ഉടുപ്പുകളൊക്കെ ഒന്നും എടുക്കാതിരിക്കട്ടോ. അപ്പോൾ ആ ചിറകിൻ്റെ അളവ് കൂടി വരും. ചുമ്മാ ഒരു ടീഷർട്ടോ പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ഒന്നും ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിന് താഴെ, നമ്മളൊരു ബ്രാ ഇട്ടിട്ടുണ്ടാവില്ല, ഇതിൻ്റെ താഴെ വെച്ചിട്ട് കണ്ടോ ബാൻഡ് സൈസ് ആദ്യം എടുക്കുക. കറക്റ്റ് ഫിറ്റിൽ കണ്ടോ, കറക്റ്റ് ഫിറ്റിൽ, ലൂസ് ആവരുത്, കറക്റ്റ് ഫിറ്റിൽ. ഇത് ബാൻഡ് സൈസ് എത്ര കിട്ടിയോ അത് അവിടെ ബാൻഡ് സൈസ്, വിട്ടുപോകരുത് ഈ പേര്, ബാൻഡ് സൈസ്. അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയും, അതായത് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ താഴെയുള്ള സൈസാണ് ബാൻഡ് സൈസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാൻഡ് സൈസ് എത്രയാണ്. നിങ്ങൾ ടേപ്പ് എടുക്കുക, അണ്ടർ ബ്രസ്റ്റിൻ്റെ താഴെ, ബ്രസ്റ്റിൻ്റെ താഴെയുള്ള സൈസാണ് ബാൻഡ് സൈസ്. ഓക്കെ, അത് മനസ്സിലായല്ലോ? പിന്നെ അടുത്തത് ഈ ബ്രസ്റ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. നമുക്കിപ്പോൾ നമ്മൾ ബ്രാ വെച്ച് വലിച്ച് കറക്റ്റ് ചെയ്തു, ഇവിടെ കൊണ്ടുപോയി ഒന്നും എടുക്കരുത്. കറക്റ്റ് സെൻറ്ററിൽ കണ്ടല്ലോ, കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സൈസ് എടുക്കുക. അതും കറക്റ്റ് ടൈറ്റ് ആയിരിക്കണം. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, കറക്റ്റ് ഫ്രീ ആയിട്ടുള്ള ടൈറ്റ് കിട്ടണം. ഒരുപാട് ഫ്രീയും ആവരുത്, ഒരുപാട് വലിച്ച് മുറുക്കി എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് സൈസ്, അതിങ്ങനെ വലിച്ച് മുറുക്കരുത്, കേട്ടല്ലോ? ഇങ്ങനത്തെ കറക്റ്റ് സൈസ്, ഇതാണ് കറക്റ്റ് ലെവലിൽ പിടിക്കണം.
ബസ്റ്റ് സൈസ് കേട്ടോ. ഈ 2 സൈസുമാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് സൈസ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാക്കി തരാം. ഇത് കണ്ടല്ലോ, ഇത് ബാൻഡ് സൈസ്, ഇത് ഏറ്റവും മുകൾ ഭാഗം കൊണ്ടുവരുന്നത് ബസ്റ്റ് സൈസ്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. അതായത് ബാൻഡ് സൈസ് നമുക്കൊരു 34 കിട്ടിയെന്ന്. അതായത് ബ്രസ്റ്റിൻ്റെ താഴെയുള്ള സൈസ് ഒരു 34 കിട്ടിയെന്ന് കരുതുക. എത്ര സൈസാണോ കിട്ടിയത് അതിൻ്റെ കൂടെ +5. നിങ്ങൾക്കിപ്പോൾ 30 കിട്ടിയിട്ടുണ്ടാവും, 36 കിട്ടിയിട്ടുണ്ടാവും, ഏത് സൈസാണോ 31 കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ +5. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 39. അതായത് ഒറ്റ സംഖ്യയാണ് ഇവിടെ കിട്ടുന്നെങ്കിൽ +1 കൂട്ടണം. കണ്ടോ, ബാൻഡ് സൈസിന് നമുക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ 1 കൂട്ടി 40. ബാൻഡ് സൈസിനാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇവിടെ എത്രയാണോ സൈസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ 5 കൂട്ടുക, 39. എനിക്ക് 38 കിട്ടിയെങ്കിൽ ഞാൻ 1 കൂട്ടണ്ട, 40 കിട്ടിയെങ്കിൽ 1 കൂട്ടണ്ട. ഒറ്റ സംഖ്യയാണ് എങ്കിൽ 1 കൂട്ടണം. ഇനി ബസ്റ്റ് സൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 38 കരുതുക. ബസ്റ്റ് സൈസ്, അതായത് നമ്മൾ ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടി എടുത്ത അളവ് 38 അതവിടെ എഴുതുക. എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ സൈസ്, അതിപ്പോൾ 39 ഇപ്പോൾ ഒരു 40.5 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് 41 ആക്കാം. 41.5 ഉണ്ടെങ്കിൽ അത് 42 ആക്കാം. അരകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കടത്തി എഴുതാം കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയല്ലോ 38. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ബസ്റ്റ് സൈസിൽ നിന്ന് 38 നിന്ന് 40 കുറക്കുക അല്ലേ? 38 40 എങ്ങനെ കുറക്കണേ അല്ലേ? തിരിച്ചായാലും മതി. 40 38 കുറക്കുക. അപ്പോൾ നമുക്ക് 2 കിട്ടും കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ബസ്റ്റ് സൈസ് എന്താണോ അതിൽ നിന്ന് ബാൻഡ് സൈസ് കുറക്കണം. അപ്പോൾ തിരിച്ചിട്ടാലും മതി. 40 38 കുറക്കുന്നു. അപ്പോൾ 2 കിട്ടിയല്ലോ. അപ്പോൾ 2 കിട്ടിയാൽ നമ്മൾ 2 എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഇവിടെ 2 B എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതായത് നമ്മുടെ കപ്പിൻ്റെ സൈസ്, ആ ബ്രസ്റ്റ് ഇരിക്കുന്ന ഭാഗത്തിനെയാണ് കപ്പ് എന്ന് പറയണത്. അപ്പോൾ ആ ഏരിയയിലെ സൈസ് കിട്ടും. 2 എന്ന് പറഞ്ഞാൽ B ആണ്. ഇത്രയും സാധനം കിട്ടിയല്ലോ. അപ്പോൾ നമ്മളുടെ ബ്രാ സൈസ് എത്രയാണ്? ബാൻഡ് സൈസ് +B. അപ്പോൾ 40 സൈസുള്ള ബ്രാ B കപ്പാണ് മേടിക്കേണ്ടത്. മനസ്സിലായോ? അതായത് ബാൻഡ് സൈസ് 34. അതിൻ്റെ കൂടെ എത്രയാണോ ബാൻഡ് സൈസ് അതിൻ്റെ കൂടെ 5 കൂട്ടുക. ഒറ്റ സംഖ്യ കിട്ടിയത് കൊണ്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 40 കിട്ടി. ബസ്റ്റ് സൈസ്, അതിൻ്റെ മുകൾ ഭാഗത്തെ സൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 38. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറക്കണം. അതായത് ഇവിടെ കിട്ടുന്ന എത്രയാണോ സൈസ്, ഈ സൈസ് കുറക്കണം. ആ കുറച്ചിട്ട് അത് എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ മേളിലിട്ടിരിക്കുന്ന 2 3 ഇതാണ് നമ്മുടെ കപ്പ് സൈസ് എന്ന് പറയുന്നത്. കപ്പ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റ് ഇരിക്കുന്ന ഭാഗമാണ് കപ്പ് സൈസ് എന്ന് പറയുന്നത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോള പോലെ ഫിറ്റിങ് ഒന്നും മര്യാദക്ക് കിട്ടത്തില്ല. ഈ താഴെയുള്ള ബാൻഡ് സൈസ് കിട്ടിയില്ലെങ്കിൽ അതിന് സപ്പോർട്ടും മര്യാദക്ക് കിട്ടില്ല. അപ്പോൾ ഈ ബാൻഡ് സൈസ് 40, 2 കിട്ടിയതുകൊണ്ട് B ആണ് കപ്പ്. അപ്പോൾ നമ്മൾ ബ്രാ പറഞ്ഞു മേടിക്കേണ്ടത് എത്രയാ? 40 സൈസ് B കപ്പ് വേണം എന്ന് പറഞ്ഞു മേടിക്കണം. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഭാഗത്ത് ബാൻഡ് സൈസിൻ്റെ ഭാഗത്ത് ഒരു 29 കിട്ടിയെന്ന് കരുതുക. അവിടെ +5 കൂട്ടണം. അപ്പോൾ എത്രയായി? 30 34 കിട്ടിയ സ്ഥിതിക്ക് പിന്നെ +1 ആഡ് ചെയ്യണ്ട. അതേസമയം 31 ആണെങ്കിൽ +1 ആഡ് ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 29.5 അത് എവിടെയാണെങ്കിലും ബസ്റ്റിലാണെങ്കിലും ബാൻഡ് സൈസിലാണെങ്കിലും 29.5 ആണെങ്കിൽ അത് 30 ആക്കണം. ഇപ്പോൾ ബസ്റ്റ് സൈസ് 31 കിട്ടിയാലും അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ മതി, മാറ്റണ്ട. അവിടെ കൂട്ടേ കുറയ്ക്കുകയൊന്നും ചെയ്യേണ്ട. അതേസമയം 30.5 കിട്ടിയെങ്കിൽ അത് 32 ആക്കണം.
മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതില് ചില മാതാപിതാക്കൾ ചോദിക്കും, എൻ്റെ കുട്ടി ആദ്യമായിട്ട് ബ്രാ ഇടാൻ പോവാ, ബ്രാ ഇട്ടിട്ടേ ഇല്ല, അപ്പൊ എങ്ങനെ സൈസ് കണ്ടെത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏകദേശം ഒരു ബ്രാ മേടിക്കാൻ പറ്റും. ഈ ഒരു മെഷർമെന്റിൽ നമ്മൾ ജസ്റ്റ് അവരെ ഡ്രസ്സ് ഇടിയിച്ചിട്ട് ഷെമ്മിയോ പെറ്റിക്കോട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇടിയിച്ചിട്ട് ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു മെഷർമെന്റിൽ ഒരു ബ്രാ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ആ ബ്രാ ഇടിയിച്ചിട്ട്, അതായത് ഒരു ഫ്രീ സൈസിലായിരിക്കണം, ഭയങ്കര ഫിറ്റിലെടുക്കാതെ ചെറിയൊരു ഫ്രീ സൈസിൽ നമ്മൾ ഈ മെഷർമെന്റ് എടുത്തിട്ട് ഒരു ബ്രാ മേടിക്കുക. ആ ബ്രാ ഇടിയിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷർമെന്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷെമ്മീസ് തന്നെ പാഡഡ് ആയിട്ടുള്ള കിട്ടും, ചെറിയൊരു സപ്പോർട്ടുള്ളത്. പാഡഡ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, അതൊരു ചെറിയൊരു ലൈറ്റ് തുണിയാണത്. അപ്പം അത് ഇടിയിച്ചിട്ട് നമുക്ക് ഈ ബ്രാ സൈസ് കണ്ടുപിടിക്കാം. കാരണം കുട്ടികളല്ലേ, അവർക്കൊരു സാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, അവർ തുടക്കക്കാരാണ്, ഇടുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കറക്റ്റ് ഫിറ്റുള്ള ടീഷർട്ട് ഇടിയിച്ചിട്ടാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും മെഷർമെൻറ്റ്. ഒരുപാട് ടൈറ്റിലോ ഒരുപാട് ലൂസിലോ എടുക്കരുത്. എന്നിട്ട് ഒരു ബ്രാ മേടിക്കുക, അതിട്ടിട്ട് വേണം നമ്മൾ ബ്രാ സൈസ് എടുക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ബ്രാ എന്ന് പറയുന്നത് ഒരു നാണക്കേടുള്ളൊരു ഡ്രസ്സായിട്ട് കണക്കാക്കണ്ട. അത് നമ്മൾ കറക്റ്റ് ഫിറ്റിൽ കറക്റ്റ് ഇതിൽ മാക്സിമം ഒരു ബ്രാ 3 മാസം ഉപയോഗിക്കുക. അതിനപ്പുറത്തേക്ക് എത്ര ചീത്താവാത്ത ബ്രാ ആണെങ്കിലും ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ഈ കമ്മലും മാലയൊക്കെ ഇടാതിരിക്കുന്നത് ഒഴിച്ചിലും തടവലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മൊത്തത്തിലൊരു ബോഡി പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വർഷത്തിൽ അങ്ങനെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പെന്തക്കോസ്ത പോലെ ഇരിക്കുന്നത്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.